നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത പുറത്തുവരികയാണ്. കഴിഞ്ഞ കുറെ അധികം ദിവസങ്ങളായി ഒളിവിൽ താമസിച്ചിരുന്ന, കേരളത്തിലടക്കം വിട്ട് പുറത്തുപോയി ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് പലരും പ്രതീക്ഷിച്ചിരുന്ന സുഗാന്ത് സുരേഷ് എന്ന IB ഉദ്യോഗസ്ഥൻ ഇതാ പോലീസിന് മുന്നിൽ കീഴടങ്ങിയിരിക്കുകയാണ്. തിരുവനന്തപുരത്തെ IB ഉദ്യോഗസ്ഥരുടെ മരണവുമായി ബന്ധപ്പെട്ട കേസിലാണ് പ്രതിയായ സുഗാന്ത് സുരേഷ് കീഴടങ്ങിയത്. കൊച്ചി സെൻട്രൽ പോലീസ് സ്റ്റേഷനിലാണ് പ്രതി കീഴടങ്ങിയത്. സുഗാന്തിനെ പ്രതി ചേർത്ത് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പിടികൂടാതിരുന്നതിൽ വിമർശനം ഉയർന്നതിനിടയിലാണ് കൊച്ചിയിൽ പ്രതി കീഴടങ്ങിയത്. ഇന്ന് സുഗാന്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയിരുന്നു. ഇതിനു പിന്നാലെയാണ് പ്രതി കൊച്ചി സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങിയത്. IB ഉദ്യോഗസ്ഥയുടെ മരണത്തിന് ശേഷം 2 മാസത്തോളം ഒളിവിൽ കഴിഞ്ഞ ശേഷമാണ് സുഗാന്തിന്റെ ഈ നാടകീയ കീഴടങ്ങൽ. ഇക്കഴിഞ്ഞ മെയ് 22-ന് മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി പറയുന്നതുവരെ സുഗാന്തിന്റെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞിരുന്നു. ഇന്ന് ഹൈക്കോടതി ജാമ്യാപേക്ഷ തള്ളിയതോടുകൂടി പോലീസ് അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യത മുന്നിൽ കണ്ടാണ് സുഗാന്ത് കീഴടങ്ങിയത് എന്നാണ് സൂചന. അതേസമയം IB ഉദ്യോഗസ്ഥയുടെ മരണത്തിൽ പോലീസ് അന്വേഷണം വേഗത്തിലാകണം ആവശ്യപ്പെട്ട് കുടുംബം നേരത്തെ രംഗത്തെത്തിയിരുന്നു. മരണമുണ്ടായി 2 മാസമായിട്ടും പ്രതി സുഗാന്ത് സുരേഷിനെ പോലീസ് പിടികൂടുന്നില്ല എന്ന് കുടുംബം ആരോപിച്ചിരുന്നു. ദിവസങ്ങൾക്ക് മുൻപ് കുടുംബം മുഖ്യമന്ത്രിയെ കണ്ടിരുന്നു. അന്വേഷണം വേഗത്തിലാക്കുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയതായാണ് പോലീസ് നൽകുന്ന വിവരം. എന്തായാലും ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഇയാൾ കീഴടങ്ങിയിട്ടുണ്ട്. വരും ദിവസങ്ങൾ പീഡനം അടക്കമുള്ളവ ആരോപിച്ചുകൊണ്ടാണ് ഇയാൾക്കെതിരെയുള്ള കേസ് ചാർജ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇയാളുമായി തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്, ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങേണ്ടതുണ്ട്, ചോദ്യം ചെയ്യേണ്ടതുണ്ട്, വിശദമായി തന്നെ കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. IB ഉദ്യോഗസ്ഥ ജീവനൊടുക്കിയ സംഭവത്തിൽ പ്രതി സുഗാന്തിന്റെ അച്ഛനെയും അമ്മയെയും കഴിഞ്ഞ മാസം പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു. സുഗാന്തിനെ കണ്ടെത്താനാകാത്ത സാഹചര്യത്തിലായിരുന്നു അന്ന് പോലീസിന്റെ നീക്കം ഉണ്ടായിരുന്നത്. കേസിൽ അച്ഛനും അമ്മയും പ്രതികളല്ല എന്നും ചോദ്യം ചെയ്യാനാണ് കസ്റ്റഡിയിലെടുത്തതെന്നും പോലീസ് വ്യക്തമാക്കിയിരുന്നു. പ്രതി സുഗാന്തിനൊപ്പം ഇവർ ഒളിവിലായിരുന്നു. അതേസമയം IB ഉദ്യോഗസ്ഥയുടെ ആത്മഹത്യയിൽ സുഗാന്ത് സുരേഷിനെതിരെ ബലാത്സംഗ കുറ്റമടക്കം ചുമത്തിയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ലൈംഗിക പീഡനത്തിന് തെളിവുകൾ ലഭിച്ച സാഹചര്യത്തിലാണ് നടപടി. മാർച്ച് 24-നാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നും ജോലി കഴിഞ്ഞ് പുറത്തിറങ്ങിയ IB ഉദ്യോഗസ്ഥയെ തീവണ്ടി തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കൃത്യം 2 മാസവും 2 ദിവസവും തികയുന്ന ദിവസത്തിലാണ് ഇപ്പോഴിതാ സുഗാന്ത് അറസ്റ്റിലാകുന്നത്. സഹപ്രവർത്തകനായ മലപ്പുറം സ്വദേശി സുഗാന്തുമായുള്ള ബന്ധത്തിലുണ്ടായ തകർച്ചയാണ് മകളെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടത് എന്നാണ് കുടുംബത്തിന്റെ പരാതി. ഉദ്യോഗസ്ഥ മരിച്ചതിന് ശേഷം ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത സുഗാന്തും കുടുംബവും ഒളിവിൽ പോയിരുന്നു. ഒളിവിലുള്ള സുഗാന്ത് സുരേഷിനെതിരെ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് അടക്കം ഇറക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് സുഗാന്ത് ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത്. ഇന്ന് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുകയായിരുന്നു. എന്തായാലും കീഴടങ്ങിയ സുഗാന്തിനെ ഉടൻ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്യും.